നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷക ഗുണങ്ങളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഹെയർ മാസ്കുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നെല്ലിക്കയാണ്. നെല്ലിക്ക വിറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയ വളരെ നല്ലൊരു ഡ്രഗാണ് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്കയുടെ പൊടി നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് തലയിൽ മാസ്ക് പോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് തലയോട്ടിലെല്ലാം തേച്ച് പിടിപ്പിച്ച് മുടിയിൽ ഉൾപ്പെടെ തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അപ്പം ഇനിയും പറയുന്നതെല്ലാം ഹെയർ മാസ്കുകളും നമ്മൾ ഈ പേസ്റ്റ് പോലെ അരച്ച് അതിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം അങ്ങനത്തെ കുറച്ച് ലിക്വിഡ് ആണ് നമുക്ക് ആവശ്യം. അത് കുഴയ്ക്കാം. പൊടിയാണെങ്കിൽ കുറച്ച് ലിക്വിഡ് ആവശ്യമുണ്ട്, അതല്ല ഇലയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്യാം. അപ്പം ഇതൊക്കെ തലയോട്ടിയിൽ ഉൾപ്പെടെ തേച്ച് മുടിയിലും ഒക്കെ തേച്ച് ഒരു 20 മിനിറ്റ് ഇരുന്നതിന് ശേഷം കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഓരോന്നും അങ്ങനെ ആയതുകൊണ്ട് എടുത്തെടുത്ത് ഓരോന്നും പറയുന്നില്ല. അപ്പം അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്തത് ത്രിഫല ചൂർണ്ണമാണ്. ത്രിഫല ചൂർണ്ണം താരന് ഒക്കെ നല്ലതാണ്. അപ്പം താരൻ കാരണം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിന് ത്രിഫല ചൂർണ്ണം മതി. അത് അങ്ങാടിക്കടയിലോ അല്ലെങ്കിൽ ആയുർവേദ ഫാർമസിയിലോ ഒക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഭൃംഗരാജയുടെ പൊടിയാണ്. അത് നമുക്ക് കുഴച്ച് തലയോട്ടിയിലും തലമുടിയിലും തേക്കാം. അടുത്തതായിട്ട് അലോവേറ ജെല്ലാണ്. അത് നമുക്ക് ആ മഞ്ഞക്കറ മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ച് തലയിൽ തേക്കാവുന്നതാണ്. നറുനീണ്ടി എന്ന് പറയുന്ന ഇലയുണ്ട്, അപ്പോൾ അത് പേസ്റ്റ് പോലെ അരച്ച് തേക്കാം. മഞ്ചിഷ്ട എന്ന് പറയുന്ന പൊടി അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും, അതും തേക്കാം. ദേവദാരുവിൻ്റെ വേര് പേസ്റ്റ് ആക്കിയിട്ട് തേക്കാവുന്നതാണ്, അതും അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. പിന്നുള്ളതാണ് കോക്കനട്ട് മിൽക്ക്. തേങ്ങാപ്പാലിൽ വളരെയധികം പ്രോട്ടീൻസും പിന്നെ നല്ല കൊഴുപ്പും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. തേങ്ങാപ്പാൽ മുടിയിൽ തേക്കാവുന്നതാണ്. അപ്പം മുടിയുടെ അറ്റം മുതൽ റൂട്ട് വരെയും പിന്നെ സ്കാൽപ്പ് മൊത്തവും തേച്ച് പിടിപ്പിച്ച് ഒരു 20-25 മിനിറ്റ് പിടിച്ചതിന് ശേഷം ചെറിയ മൈൽഡ് ഷാമ്പു വല്ല ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. പിന്നുള്ളതാണ് ഇരട്ടി മധുരം. ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാലെടുത്ത് അത് കുഴച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. ഗ്രീൻ ടീ പാക്കാണ് അടുത്തത്. അതായത് നമ്മൾ ഒരു കപ്പ് ചൂട് വെള്ളത്തിനകത്ത് ഗ്രീൻ ടീയുടെ ബാഗ് ഇട്ടിട്ട് അത് തണുത്തതിന് ശേഷം തലയിൽ പതിയെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് വെള്ളം പോലെയാണ്. അപ്പം നമ്മൾ പതിയെ ഒരു ബ്രഷ് കൊണ്ടെടുത്ത് അപ്ലൈ ചെയ്ത് ഹെയറിൻ്റെ സ്കാൽപ്പ് തൊട്ട് ടിപ്പ് വരെ ഇങ്ങനെ പതിയെ അപ്ലൈ ചെയ്ത് കുറേ നേരം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് മസാജ് ചെയ്തതിന് ശേഷം കുളിക്കുക. പിന്നുള്ളതാണ് തൈര്.